ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പാസ്റ്റർ സിജോസ് കറിയ, അദ്ദേഹത്തോടൊപ്പം ഈ സഭയിൽ ശുശ്രൂഷകൾ പങ്കാളിയാകുന്ന പാസ്റ്റർ വില്യം, പാസ്റ്റർ ബെന്നി പി ജോൺ, അതുപോലെ ഈ സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ജോയിച്ചാൻ, എല്ലാവരെയും സ്നേഹത്തോടെ സ്മരിക്കുകയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ഞാൻ പാടിയ രണ്ടുപേരും ഞങ്ങളുടെ തീരുമാനമാണ്. പാലിൽ ഞങ്ങളുടെ ജീവിതം തീരും വരെ യേശുവേ ഞങ്ങൾ നിനക്ക് വേണ്ടി പാടും. കർത്താവിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച് പാട്ടുകളും കുറച്ച് അനുഭവങ്ങളും ദൈവവചനത്തിൻ്റെ ചെറിയ കേൾവിയും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. എനിക്ക് ശ്വാസം നേരെ നിങ്ങളൊന്ന് ചിരിച്ചപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ മീശയും കണ്ണും വയറും ഒക്കെ ഉള്ളൊരു പാവം പിടിച്ച മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് സ്നേഹത്തോടെ എന്നെ നോക്കിയാൽ സന്തോഷത്തോടെ കുറച്ച് പാട്ടുകളെ നോക്കിയിട്ടിരിക്കാം. ചില ആളുകളുടെ വിചാരം പാട്ട് ഒരു രണ്ടാം നിര സാധനമാണ്. പ്രസംഗത്തിന് മുൻപ് ആളുകളെ റെഡിയാക്കാൻ വേണ്ടി പണ്ട് നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ തിയേറ്ററുകളിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പാട്ടിടുമായിരുന്നു. എന്തിനാ? സിനിമ തുടങ്ങാൻ പോവാണെന്ന് നാട്ടുകാർക്കറിയാം. പക്ഷേ ക്രിസ്തീയ സംഗീത അങ്ങനെയല്ല. എല്ലാ വിശ്വാസധാരകൾക്കും പാട്ടുണ്ട്. പക്ഷേ ഒരു വിശ്വാസധാരയിലെയും പാട്ട് ആരാധനയുടെ ഭാഗമല്ല. ആരാധനയുടെ ഭാഗമായി പാട്ട് പാടുന്നത് നമ്മൾ മാത്രമാണ്. എവിടൊക്കെ പാട്ട്? ആരാധനയ്ക്ക് പാട്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാട്ട്, കൊച്ചിനെ പ്രതിഷ്ഠിച്ചാൽ പാട്ട്, കല്യാണത്തിന് നിറച്ചു പാട്ട്, മരിച്ചാൽ കിടത്തി പാട്ട്, എത്ര പാട്ടുകളാണ്. പാട്ടുകളുടെ ബഹളമാണ്. കാരണം പാട്ടാണ് നമുക്ക് എന്ത് ആരാധന. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം ബന്ധപ്പെട്ടിരുന്നു അജിത്, ഡാനി, പിന്നെ മറ്റു കുറച്ച് ആളുകളും കൂടെ എന്നോട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആദ്യത്തെ ഗാനം സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, സ്നേഹം എന്താണെന്ന് അറിയാത്ത നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഒരു ഗാനം. ഹാർട്ട് ബീറ്റ്സിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ, അതികോമളൻ എൻ യേശുദേവൻ.
പരിശുദ്ധ ദേവൻ യേശുനാഥൻ പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധ ദേവൻ യേശുനാഥൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ യേശുദേവൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ യേശുദേവൻ അതികോമളൻ താങ്ക് യു. ഒരു കൈയടി കേൾക്കുമ്പം സ്റ്റേജിൽ നിൽക്കുന്നവരൊക്കെ പാടാനുള്ള ഊർജ്ജമാണ്. മലയാളികൾക്ക് ഇവിടെ നാട്ടിൽ മതി നാട്ടിൽ എൻ്റെ കൂടെ വന്ന ആൾക്കാർ നാട്ടിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ടൊരു പാട്ടോ പ്രസംഗമോ ഇഷ്ടപ്പെട്ട നമ്മൾ വേദിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവരൊന്ന് ചിരിക്കും. ഇവർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ദിവസം ജോലിക്ക് ലീവ് എടുത്ത് വീട്ടിൽ വന്ന് പറയാൻ കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നല്ല പ്രോത്സാഹനത്തിന് നന്ദി. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ട സുൽഷാനാണ്. ഞങ്ങളൊക്കെ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സഹകാരികളും ഒക്കെയാണ്. പക്ഷെ ഞങ്ങൾ നേരിൽ കാണുന്ന ആദ്യമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത്രയും നാൾ കർത്താവ് കാത്തു, ഇപ്പോൾ ഏതായാലും ഒരുമിച്ച് കണ്ടു. അതുപോലെ പ്രത്യേകം നന്ദി ആദ്യം തന്നെ പറയട്ടെ. ബ്രദർ നോബിൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു പ്രോഗ്രാമിന് വന്നാൽ ആദ്യം ദൈവത്തെയും പിന്നെ ഇവരെയാണ് ധ്യാനിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലാണ് ഈ പ്രോഗ്രാം ഇരിക്കുന്നത്. താങ്ക് യു, ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടു കാണും. ഒരച്ഛൻ തൻ്റെ മകളെ കഴുത്തി അരിച്ചു കൊന്നു. എൻ്റെ വീട്ടിൽ നിന്ന് 400 മീറ്റർ ദൂരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 28 വയസ്സുള്ള മകളെ അച്ഛൻ കഴുത്തി അരിച്ചു കൊല്ലുമ്പോൾ മകളുടെ കൈ പുറകിലേക്ക് പിടിച്ചു കൊടുത്തത് നൊന്ത് പ്രസവിച്ച അമ്മ. കരുണയറ്റ കാലം, ദയയറ്റ കാലം, മനുഷ്യന് തന്നിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന വർത്തമാന കാലത്തിൽ വിശുദ്ധ വേദപുസ്തകം ഒരാളെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഈ പാട്ടിന് ഞാൻ ഈ പാടാൻ പോകുന്ന പാട്ടിൻ്റെ പ്രത്യേകത, ഞാനിവിടെ നിർത്തിയാലും ഈ പാട്ട് നിങ്ങൾ പാടും. കാരണം കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ ഒരാൾക്ക് ഈ പാട്ട് പാടാതിരിക്കാൻ കഴിയില്ല. കൃപയരുൾക കൃപയരുൾക അളവെന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. കരുണ
ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട്? ഞാൻ ഈ പഴയ പാട്ട് ഇഷ്ടമുള്ള ആളും പുതിയ പാട്ട് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പഴയ കാലത്ത് നല്ല പാട്ടുകളുണ്ട്, പുതിയ കാലത്ത് നല്ല പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷെ പഴയ പാട്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ പാട്ട് എഴുതിയ ആൾക്കാർ മരിച്ചിട്ട് 10, 40, 60, 100 വർഷമായി പാട്ട് ഇന്നും ജീവിക്കുക. പക്ഷേ പുതിയ പാട്ടുകളും എഴുതിയ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ പാട്ട് മരിച്ചുപോയി. കാരണം വേട്ടമല ഫിലിപ്പോസ് ഉപദേശി കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽക്കാൻ ശക്തി നൽകുന്നവനെന്ന് എഴുതിയത് പട്ടിണി കിടന്നിട്ട് തന്നെയാണ്. അനുഭവങ്ങളിൽ ചാലിച്ച ഗാനങ്ങൾക്ക് അതിനൊരു പ്രത്യേകത. അടുത്ത പാട്ട് ഒരു തമിഴ് ഭാഷയിലുള്ള പാട്ടാണ്. തമിഴ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് ഇവിടെ? തമിഴ് ഭാഷക്ക് തമിഴ് അറിയാം? വേറെ എനിക്ക് തമിഴ് അറിയത്തില്ല. ഭാഷക്കും അറിയാം? ആരെങ്കിലും രണ്ടുപേര് ഇവരെ കൊണ്ട് പുറത്തൊരു ചായ മേടിച്ചോട്ട് ഏർപ്പാട് ചെയ്തൊരു വേറായിരിക്കും. കാരണം മലയാളം പോലും നേരെ പാടാൻ വളരെ തമിഴ് പാടാൻ പോവാണ്. ഞങ്ങളുടെ പാട്ടുകാരി നന്നായിട്ട് തമിഴ് അറിയുന്ന ആളാണ്. ഞാൻ ഒരു സംഘവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കോറസൊക്കെ പാടാൻ വേണ്ടി എൻ്റെ സിസ്റ്റേഴ്സ് 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തമിഴ് പാട്ട് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ടാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ തന്നെ എന്താണ്? ചില ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാരണം കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. കാരണം ആ കാരണത്തിനാണ് ആത്മഹത്യ ഉണ്ടെങ്കിൽ മിനിമം 13 പ്രാവശ്യം ഞാൻ ആത്മഹത്യയുടെ സമയം കഴിഞ്ഞു. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നത് എൻ്റെ മെൻ്റൽ കപ്പാസിറ്റി കൊണ്ടല്ല. ഞാൻ തകർന്നു പോകുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം എനിക്ക് കേൾക്കാം, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. കണ്ടാൽ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് അവൻ എന്നോട് കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, അവൻ്റെ അടുക്കിലേക്ക് എന്നെ ചേർക്കുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. പ്രത്യാശ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആയത്തമാ നീയും ആയത്തമാ ആയത്തമാ നീയും ആയത്തമാ ആയത്തമാ നീയും ആയത്തമാ ആയത്തമാ നീയും ആയത്തമാ. சொன்னவர் வரப்போறார், வருகையில் சந்திக்கிறாயத்தமா. வருவென்று சொன்னவர் வரப்போறார், வருகையில் சந்திக்கிறாயத்தமா. இயேசுவின் மேல் வருவாயா, நீயும் மண்ணில் ஆயத்தமா. இயேசுவின் மேல் வருவாயா, நீயும் மண்ணில் ஆயத்தமா. உன் தேவனை சந்திக்க ஆயத்தமா, உன் இயேசுவை சந்திக்க ஆயத்தமா. உன் தேவனை சந்திக்க ஆயத்தமா, உன் இயேசுவை சந்திக்க ஆயத்தமா. ஆயத்தமா நீயும் ஆயத்தமா, ஆயத்தமா நீயும் ஆயத்தமா. ஆயத்தமா நீயும் ஆயத்தமா, ஆயத்தமா நீயும் ஆயத்தமா. பரிசுத்த இயேசு வரப்போறார், பரிசுத்தமாய் நீயும் ஆயத்தமா. பரிசுத்த இயேசு வரப்போறார், பரிசுத்தமாய் நீயும் ஆயத்தமா. பரலோக எஜமான் வருவார், பரலோகம் செல்ல ஆயத்தமா. பரலோக எஜமான் வருவார், பரலோகம் செல்ல ஆயத்தமா. உன் தேவனை சந்திக்க ஆயத்தமா, உன் இயேசுவை சந்திக்க ஆயத்தமா. உன் தேவனை சந்திக்க ஆயத்தமா, உன் இயேசுவை சந்திக்க ஆயத்தமா. ஆயத்தமா நீயும் ஆயத்தமா, ஆயத்தமா நீயும் ஆயத்தமா.
மேனியும் மாயத்தமா நம்மவன் இயேசு வரப்போரா மானிட மேனியும் மாயத்தமா மணவாளன் இயேசு வருவார் மணவாட்டியே நீயும் மாயத்தமா மணவாளன் இயேசு வருவார் மணவாட்டியே நீயும் மாயத்தமா உன் தேவனை சந்திக்க ஆயத்தமா உன் இயேசுவை சந்திக்க ஆயத்தமா உன் தேவனை சந்திக்க ஆயத்தமா உன் இயேசுவை சந்திக்க ஆயத்தமா ஆயத்தமா நீயும் ஆயத்தமா ஆயத்தமா நீயும் ஆயத்தமா ஆயத்தமா நீயும் ஆயத்தமா ஆயத்தமா நீயும் ஆயத்தமா உன் தேவனை சந்திக்க ஆயத்தமா உன் இயேசுவை சந்திக்க 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 ஆயத்தமா. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ട് നല്ലതായിട്ട് തമിഴ് തെരിഞ്ഞവங்க ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എടുത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ല. കർത്താവിന്റെ വരവിനെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണോ എന്നതാണ് ഇതിന്റെ അർത്ഥം. അല്ലേ? ദേവന സന്ധി ഭാഷയ്ക്ക് നമ്മൾ അറിയത്തില്ലേ? മുഖത്ത് നോക്കുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ്. ആദ്യം എന്ന് വെച്ചാൽ